നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സ്തുതിഗീതങ്ങൾ മാത്രമേ ഉള്ളൂവെന്ന് കെ കരുണാകരൻ. പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന സമീപനം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്ന് എ കെ ആന്റണി. കിളിരൂർ പെൺകുട്ടിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തുന്നു. പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരം. സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സാമൂഹ്യവിരുദ്ധ പ്രവർത്തന നിരോധന നിയമത്തിന് കരട് രൂപമായി. കുറ്റവാളികളെ 3 മാസം വരെ കരുതൽ തടങ്കലിൽ വയ്ക്കാൻ വ്യവസ്ഥ. സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ ഫൈനൽ ഉച്ചയ്ക്ക് 2:30. വിജയപ്രതീക്ഷയോടെ കേരളം പഞ്ചാബിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സാമൂഹ്യവിരുദ്ധ പ്രവർത്തന നിരോധന നിയമത്തിന് കരട് രൂപമായി. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനവും ഗുണ്ടായുസവും നടത്തുന്നവരെ 3 മാസം വരെ കരുതൽ തടങ്കലിൽ വയ്ക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ നിയമം. ഇത് സംബന്ധിച്ച കേരള പ്രിവെൻഷൻ ഓഫ് പെലോണിയൻ ആൻഡ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ബിൽ 2004 അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പരിഗണനയ്ക്ക് വരും. മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സുശീൽ കുമാർ ഷിൻഡെയെ ആന്ധ്രാപ്രദേശ് ഗവർണറാക്കിയത് ശരിയായില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ കുറ്റപ്പെടുത്തി. അതേസമയം കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ആരും ഇനി ശ്രമിക്കരുതെന്ന് മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയും അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരം DCCയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. വിവിധ കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനം നാടെങ്ങും സമുചിതമായി ആചരിച്ചു. ഇനി ഒരിടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. മറ്റു വാർത്തകളിലേക്ക് കടക്കും മുൻപ് പ്രധാന വാർത്തകൾ വീണ്ടും. ഒരിടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളം ഇന്ന് പഞ്ചാബിനെ നേരിടും. സ്പെയിനിൽ നടക്കുന്ന കാർ റാലിയിൽ മാർക്കോ മാർട്ടിൻ മുന്നിൽ. മൂന്ന് വനിതകൾ ഉൾപ്പെടെ 42 തീവ്രവാദികൾ ത്രിപുരയിൽ ആയുധം വെച്ച് കീഴടങ്ങി. നാഷണൽ ലിബറേഷൻ ഫോഴ്സ് ഓഫ് ത്രിപുര, ഓൾ ത്രിപുര ടൈഗർ ഫോഴ്സ് എന്നീ ഭീകര സംഘടനകളിലെ അംഗങ്ങളാണ് കീഴടങ്ങിയവരിൽ അധികവും. AK-47 ഉൾപ്പെടെ വൻ ആയുധങ്ങളാണ് ഇവരുടെ കൈവശമുണ്ടായിരുന്നത്. DGP GM ശ്രീവാസ്തവയ്ക്ക് മുൻപിലാണ് ഇവർ കീഴടങ്ങിയത്. ഒരു പ്രത്യേക രാജ്യമായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്നും തങ്ങൾക്ക് പരിശീലനം കിട്ടിയത് ബംഗ്ലാദേശിൽ നിന്നായിരുന്നുവെന്നും തീവ്രവാദികൾ വ്യക്തമാക്കി. സ്പോർട്സ്. ദില്ലിയിൽ നടക്കുന്ന സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളം ഇന്ന് പഞ്ചാബിനെ നേരിടും. ദില്ലി അംബേദ്കർ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 കളി. കഴിഞ്ഞ വർഷത്തെ റണ്ണറപ്പായ കേരളം 5ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ന് കളിക്കാനിറങ്ങുന്നത്. കേരളം സന്തോഷ് ട്രോഫി നേടിയാൽ കളിക്കാർക്ക് 50,000 രൂപ വീതം സമ്മാനമായി നൽകുമെന്ന് സ്പോർട്സ് മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ അറിയിച്ചു. ടീമിൽ ജോലിയില്ലാത്ത 3 താരങ്ങൾക്ക് കേരള പോലീസിൽ ജോലി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യ-പാകിസ്ഥാൻ സൗഹൃദ ബാഡ്മിന്റൺ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യക്ക് ജയം. ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനുമായി സൗഹൃദ ബാഡ്മിന്റൺ പരമ്പര കളിക്കുന്നത്. 2 മത്സരങ്ങൾ ഉൾപ്പെട്ട പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 4-1 ഇന്ത്യ ജയിച്ചത്. ചണ്ഡീഗഡായിരുന്നു മത്സരവേദി. പരമ്പരയിലെ അവസാന മത്സരം നാളെ ജലന്ധറിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഈ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.